കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. നിർദ്ദേശിക്കായി 105 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. ചില കാര്യങ്ങൾ ഓർത്തുകൊള്ളുവാൻ ഈ വചനത്തിൽ പറയുന്നു. ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. ഈ സങ്കീർത്തനം ദാവീദ് രചിച്ചതാണെന്ന് 1 വൃത്താന്തം 16-7 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓബേദ് എദോമിന്റെ വീട്ടിലിരുന്ന ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് അതിനായി തയ്യാറാക്കിയ കൂടാരത്തിനകത്ത് ദാവീദ് വെച്ചു. ഓബേദ് എദോമിന്റെ ഭവനത്തിൽ 3 മാസം പെട്ടകം ഇരുന്നതിനാൽ അവന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു എന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ സിയോനിലേക്ക് പെട്ടകം കൊണ്ടുവരുവാൻ ദാവീദിന് താല്പര്യമുണ്ടായി. ഓബേദ് എദോമിന്റെ ഭവനത്തിൽ പെട്ടകം വരുന്നതിന് മുൻപ് അത് കിരിയത്ത് യാരീമിൽ ആയിരുന്നു. കാലങ്ങൾക്ക് മുൻപ് പെട്ടകം ശീലോവിൽ ആയിരുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലെത്തിയ ഇസ്രായേൽ ജനം ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം സ്ഥാപിച്ചതായി യോശുവ 18 പ്രാരംഭത്തിൽ പറയുന്നു. എൽക്കാനയും തൻ്റെ ഭാര്യയായ ഹന്നയും പെനീനയും ആണ്ടുതോറും ശീലോവിൽ ദൈവത്തെ നമസ്കരിപ്പാനും യാഗം കഴിപ്പാനും പോവുക പതിവായിരുന്നു എന്ന് 1 ശമൂവേൽ 1:3 പറഞ്ഞിട്ടുണ്ട്. ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിയ മൂപ്പന്മാരുടെ നിർദ്ദേശപ്രകാരം ശീലോവിൽ മന്ദിരത്തിനകത്തിരുന്ന ദൈവത്തിന്റെ പെട്ടകം യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവരുടെ വിശ്വാസം പെട്ടകം നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നാൽ അത് നമ്മെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളതായിരുന്നു. 1 ശമൂവേൽ 4:3. എന്നാൽ അവരുടെ വിശ്വാസം അവരെ രക്ഷിച്ചില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പെട്ടകം പിടിക്കപ്പെട്ടു. എബനേസറിൽ നിന്ന് പെട്ടകം അസ്തോദിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുപോയി. അസ്തോദിൽ നിന്ന് ഗത്തിലേക്കും ഗത്തിൽ നിന്ന് എക്രോനിലേക്കും എക്രോനിൽ നിന്ന് ബെത്ശേമെശിലേക്കും ഒടുവിൽ കിരിയത്ത് യയാരീമിലേക്കും കൊണ്ടുപോയി. അവിടെ അബീനാദാബിന്റെ വീട്ടിൽ 20 കൊല്ലം ദൈവത്തിന്റെ പെട്ടകം വെച്ചിരുന്നു. അബീനാദാബിന്റെ മകൻ എലയാസർ പെട്ടകം സൂക്ഷിച്ചു. ശൗലിന്റെ കാലത്ത് പെട്ടകത്തെ ശൗൽ ഗണ്യമാക്കിയില്ല. എന്നാൽ ദാവീദ് രാജാവായപ്പോൾ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുവാൻ കാളവണ്ടിയുമായി പോയി. അബീനാദാബിന്റെ മക്കൾ ഉസ്സയും അഹിയോവുമാണ് വണ്ടി തെളിച്ചത്. എന്നാൽ കാള വിരണ്ടു. ഉസ്സ പെട്ടകത്തിൽ പിടിച്ചു. ദൈവം അവനെ സംഹരിച്ചു. പെട്ടകം അങ്ങനെയാണ് ഓബേദ് ഏദോമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 20 കൊല്ലം അബീനാദാബിന്റെ വീട്ടിൽ പെട്ടകം ഉണ്ടായിരുന്നു. അവിടെ ആർക്കും ഒരു ദോഷവും സംഭവിച്ചില്ല. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് പ്രയോജനമുണ്ടായതുമില്ല. എന്നാൽ 3 മാസം മാത്രം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഓബേദ് എദോമിന്റെ വീടിനെ അനുഗ്രഹിച്ച പെട്ടകം സിയോനിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് ആഗ്രഹിച്ചു. ഈ സന്ദർഭത്തിൽ രചിച്ച സങ്കീർത്തനമാണ് 105 സങ്കീർത്തനം. ഇതിന്റെ 5-6 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ജനം ഓർത്തുകൊള്ളേണ്ടുന്ന 3 കാര്യങ്ങളാണ് പറയുന്നത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ന്യായവിധികൾ. ഓർത്തുകൊള്ളുവീൻ എന്നിങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഓർത്തുകൊള്ളേണ്ടുന്ന അതിപ്രധാനമായ ചില കാര്യങ്ങൾ വചനത്തിലുണ്ട്. ഒന്നാമതായി 1 ശമൂവേൽ 12:24. ദൈവം നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സേവിക്കണം എന്ന് ഇവിടെ ശമൂവേൽ ഇസ്രായേൽ ജനത്തെ പ്രബോധിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം അവരെ ഭരിക്കേണ്ടതിന് തങ്ങൾക്കൊരു രാജാവിന് വേണമെന്ന് ശമൂവേലിനോട് ആവശ്യപ്പെട്ടു. അവർ പറയുന്നത്, സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ രാജാവ് ഭരിക്കട്ടെ. ശമൂവേൽ ഈ കാര്യം ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞത്, അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു അവർ ത്യജിച്ചത്. ജനം പറയുന്നു, മറ്റു ജാതികളെ പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങളുടെ യുദ്ധങ്ങൾ നടത്തുകയും വേണം. ഇങ്ങനെ ലഭിച്ച രാജാവാണ് ശൗൽ. രാജാവിനെ വാഴിച്ച ശേഷം ശമൂവേൽ പറഞ്ഞതാണ്, ദൈവം നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളണം. ഓർത്തുകൊള്ളേണ്ടത്, ഓർക്കാതെ മറക്കേണ്ടത്, ഓർത്തുകൊണ്ടിരിക്കുന്നത് ചിലരുടെ സഹജമായ സ്വഭാവമാണ്.
ദൈവത്തെ മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ഉപകാരങ്ങൾ ചെയ്തവരെയും മറക്കരുത്. 2 രാജാക്കന്മാർ 19:20 വാക്യങ്ങളിൽ ഏലിയാവ് എലീശയോട് ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏലിയാവ് ഹോരേബിൽ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 കാളയെ പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് കൂടെ എലീശ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം നിന്റെ പിന്നാലെ വരാം എന്ന് എലീശ പറഞ്ഞു. ഇത് കേട്ട ഏലിയാവിന്റെ മറുപടിയാണ്, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക. ഇസബേലിന്റെ ഭീഷണി കേട്ട് ഭയപ്പെട്ട് മരിപ്പാൻ ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന ഏലിയാവിനെ തിരുവചനത്തിൽ കാണാം. ദൈവം അയച്ച ദൂതൻ ഏലിയാവിനെ തട്ടി ഉണർത്തി 2 പ്രാവശ്യം അപ്പവും വെള്ളവും അവന് നൽകി. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്രയുണ്ട് എന്ന് ദൂതൻ പറഞ്ഞു. ഏലിയാവ് ഹോരേബിൽ എത്തി ഗുഹയിൽ പാർത്തു. ദൈവത്തിന്റെ ചോദ്യം 2 പ്രാവശ്യം ആവർത്തിക്കുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? പുറത്തു വരിക, എൻ്റെ മുൻപാകെ നിൽക്ക. ഹോരേബിൽ നിന്ന് നീ മടങ്ങിപ്പോകണം. ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യണം. യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അങ്ങനെയാണ് ഏലിയാവ് എലീശയെ അഭിഷേകം ചെയ്തത്. ഏലിയാവ് പറയുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണം. 3-ാമതായി ആവർത്തനം 24:9 മിരിയാമിനോട് ദൈവം ചെയ്തത് ഓർത്തുകൊള്ളുവാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് നീ ഓർത്തുകൊള്ളുക. സംഖ്യ 12 നടന്ന സംഭവമാണ് ഇവിടെ മോശ പറയുന്നത്. അഹരോനും മിരിയാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത് കൂശ്യ സ്ത്രീ നിമിത്തമാണ്. മോശയുടെ ആദ്യ ഭാര്യ മിദ്യാന്യ സ്ത്രീയായിരുന്ന സിപ്പോറ ആയിരുന്നു. സിപ്പോറ മരിച്ച ശേഷം മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് ചിന്തിക്കാം. അഹരോന്റെയും മിരിയാമിന്റെയും മോശയ്ക്ക് വിരോധമായുള്ള സംസാരം മോശ കേട്ടില്ല, എന്നാൽ യഹോവ അത് കേട്ടു. ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? തന്നിമിത്തം എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ സാന്നിധ്യം അഥവാ മേഘം കൂടാരത്തിൽ നിന്ന് മാറിപ്പോയി. മിരിയാം കുഷ്ഠരോഗിയായി. പാളയത്തിൽ നിന്ന് അവൾ പുറത്താക്കപ്പെട്ടു. ഇസ്രായേൽ മക്കളുടെ യാത്രയ്ക്ക് മുടക്കം വന്നു. എന്നാൽ ദൈവം വീണ്ടും അവളെ അംഗീകരിച്ചപ്പോഴാണ് യാത്ര തുടർന്നത്. എങ്ങനെ ദൈവം അവളെ അംഗീകരിച്ചു? മോശയുടെ പ്രാർത്ഥന നിമിത്തമാണ്. ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് മോശ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. വിരോധമായിട്ട് ഉള്ള സംസാരങ്ങൾ അവസാനിപ്പിക്കണം. അഹരോനും മിരിയാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അത് ശിക്ഷയ്ക്ക് കാരണമായി. 4-ാമത് ആവർത്തനം 25:18 പറയുന്നു, പിന്നണിയിലുള്ള ബലഹീനർ സംഹരിക്കപ്പെട്ടത് ഓർത്തുകൊള്ളണം എന്ന്. പിന്നണിയിലുള്ള ബലഹീനർ, പിന്നിലേക്കല്ല മുന്നിലേക്കാണ് നാം പോകേണ്ടത്. പിന്മാറുകയല്ല മുന്നേറുകയാണ് വേണ്ടത്. സദൃശവാക്യം 1:32 പറയുന്നു, ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. എബ്രായർ 10-ാം അധ്യായത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകണം. പിന്മാറ്റം ഒരു ആത്മീക രോഗമാണ്. ഹോശിയ 14:4 ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്ന് ദൈവം പറയുന്നു. എന്നാൽ പിന്മാറ്റത്തിലാണ്, രോഗിയാണ് എന്ന് ദൈവത്തോട് പറയണം, സമ്മതിക്കണം. യിരെമ്യാവ് 14:7 യഹോവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷിക്കുന്നു എങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു എന്ന് ഇസ്രായേൽ ജനം പറയുന്നു. 5-ാമതായി ഇയ്യോബ് 36:24 ദൈവത്തിന്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക. എന്തിനാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത്? ദാവീദ് പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. 9 പേരും നന്ദി കാണിക്കാതെ മടങ്ങിപ്പോയി. കർത്താവ് ചോദിക്കുന്നു, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ ആരും മടങ്ങി വന്നില്ലല്ലോ എന്ന്. 6-ാമതായി എബ്രായർ 13:7
നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ എന്ന് എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുന്നു. അതിൻ്റെ 17-ാം വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. അത് സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല എന്ന് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് എഫേസോസിലെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ നടത്തിയ വിടവാങ്ങൽ സന്ദേശത്തിൽ പറയുന്നു, ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ എന്ന്. ഒടുവിലായി സങ്കീർത്തനം 105:6 ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ന്യായവിധികളും ഓർത്തുകൊള്ളണം. അത്ഭുതങ്ങളും അടയാളങ്ങളും. അത്ഭുതം ദൈവം ചെയ്തു എന്നതിൻ്റെ തെളിവാണ് അടയാളം. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് നടപ്പിലെ വ്യത്യാസം. ന്യായവിധികൾ ഓർത്തുകൊള്ളണം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. വേദപുസ്തക ചരിത്രത്തിൽ പല ന്യായവിധികൾ നടന്നതായി പറയുന്നുണ്ട്. നോഹയുടെ കാലത്ത് പ്രളയത്താലുള്ള ന്യായവിധി, സൊദോം ഗൊമോറയിൽ തീയും ഗന്ധവും കൊണ്ടുള്ള ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഓർത്തുകൊള്ളേണ്ടതിനെ ഓർത്ത് മുന്നേറുവാൻ സർവശക്തനേവർക്കും കൃപ നൽകുമാറാകട്ടെ.